ഇന്ന് പലരുടെയും സംശയമാണ് സർക്കാർ ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസിനെയും പ്രതികളെയൊക്കെ രാജകീയ ഫുഡ് കൊടുത്ത് 7 സ്റ്റാർ 5 സ്റ്റാർ ഫുഡ് പാലക്കാടൻ മട്ട അൽഫാം അതുപോലെ തലശ്ശേരി ബിരിയാണിയൊക്കെ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റാണ്. അവരെ ഫുഡ് മെനുവിൽ ചാർട്ടിൽ അത് ഉണ്ടാവും, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ഒരു പ്രതികൾക്കും ഇന്ന് ഒരു ചിക്കൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടും അല്ലെങ്കിൽ ഒരു മീനിൻ്റെ കഷ്ണം അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലുള്ള ഒരു കറിയാണ് അവർക്ക്, അതിൽ ഉപ്പും ഉണ്ടാവില്ല പുളിയും ഉണ്ടാവില്ല. മാത്രമല്ല ചോറിൻ്റെ കാര്യത്തിൽ ഈ ഹോട്ടലിൽ പോലെ സെലക്ഷൻ ഒന്നുമില്ല. ഈ റേഷന് അത് അവിടെ കുക്കൊന്നുമില്ല. ഈ പ്രതികൾ പരസ്പരം ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ജയിലിൽ കിട്ടുന്ന ഈ ഭക്ഷണം എന്ന് പറയുന്ന റേഷൻ അരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 നേരം അവർ ആകെ അരമണിക്കൂറാണ് അവരെ പുറത്തേക്ക് വിടുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഈ ചോറൊക്കെ തിന്നുമ്പോൾ സ്വാഭാവികമായിട്ടും തടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ പറയുന്ന പോലെ ഒരു രാജകീയ ഫുഡൊക്കെ കൊടുത്ത് അവിടെ വളർത്തുകയാണ് ഉയർത്തുകയാണ് എന്നൊക്കെ പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. 500ഓളം ജയിലിൽ ഇറങ്ങിയ പ്രതികളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവര് ഇന്ന് ഒരിക്കലും ഇനി ഒരു 90% ഇനി ഒരു ക്രൈം ചെയ്യാനും അതുപോലെ തിരിച്ച് ജയിലിലേക്ക് പോകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഇനി ജയിലിലേക്ക് തിരിച്ചു പോകാതെ നല്ല ലൈഫ് ഒരു ക്രൈമും ചെയ്യാതെ നല്ല പാതയിൽ പോകുന്ന എത്രയോ പ്രതികളുണ്ട്. അതുകൊണ്ട് ഈ ശുദ്ധമായിട്ടുള്ള അസംബന്ധം ആരും വിശ്വസിക്കരുത്.